നമസ്കാരം ഫ്രണ്ട്സ്, നമസ്കാരം ഏബിസി. നമുക്കിന്ന് അഴിക്കേണ്ടത് റിയർ ഡിസ്ക് പേലാണ്. പുതിയ മോഡലിന് നമുക്ക് ബൈക്കിൻ്റേതുപോലെ തന്നെയാണ് വരുന്നത്. നമുക്ക് വീലോ കാര്യങ്ങളൊന്നും അഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ പഴയ മോഡലിൽ നമുക്ക് വീല് അഴിക്കേണ്ടതുണ്ട്. ആ വീല് അഴിക്കേണ്ട രീതിയിൽ ഇത് പുതിയ മോഡലാണ് കേട്ടോ, എയർ. ഇത് പഴയ മോഡല് നമുക്കത് നോർമൽ, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് അഴിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അഴിക്കേണ്ടത്. 5 വോൾട്ടുകളേക്ക് ഇന്നിപ്പോൾ ഹെഡിനോ മറ്റോ ഒന്നും കംപ്ലൈൻറ്റ് ഇല്ലാതെ ഭംഗിയായിട്ട് അഴിഞ്ഞു വന്നു. പിന്നെ മെഷീൻ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടെ എളുപ്പം നമുക്കിത് അഴിച്ച് മാറ്റുക. അതിനുശേഷം നമുക്കിതിൻ്റെ വീലോ കാര്യങ്ങളോ സെൻട്രൽ ആക്സിലോ ഒന്നും തന്നെ അഴിക്കേണ്ടതില്ല. ജസ്റ്റ് അതിലേക്ക് വരുന്ന ഫ്ലൂയിഡ് ലൈൻ അതൊന്ന് ജസ്റ്റ് വലിച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ബോൾട്ടിങ് ഉണ്ട്. അത് യൂസ് ചെയ്താൽ വളരെ നല്ലത്. അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വലിച്ച് കിട്ടിയാൽ നമുക്ക് ഇതിൻ്റെ കാലിപ്പറിൻ്റെ ബോൾട്ട് അഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു സ്ലോട്ടിങ് ഉണ്ട്. ഇതിലേക്ക് ചെറിയൊരു സ്ലോട്ടിങ് ഉണ്ട്. അതിലേക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റി വലിച്ച് പുറത്തേക്ക് നമുക്ക് സുഖമായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. വീലോ കാര്യങ്ങളൊന്നും തന്നെ അഴിക്കേണ്ടതില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതിലേക്ക് കാലിപ്പറിലേക്ക് ഡിസ്ക് പാഡ് ഹുക്ക് ചെയ്തിട്ടിരിക്കുന്ന രീതിയിലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബോൾട്ടിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പ്രത്യേകിച്ച് വേറൊരു വണ്ടിയായിട്ട് മാച്ചിങ്ങും ഇല്ല. ഇതിൻ്റേതായ പാഡ് തന്നെ വേണം. വേറൊരു വണ്ടിയും നമുക്ക് മാച്ചായി വരുന്നതായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, അത് ഇതേപോലെ തന്നെ ഭംഗിയായിട്ട് വീലൊന്നും അഴിക്കാതെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് എളുപ്പം ചെയ്യാം. ഫ്രണ്ടിലെ വീൽ അഴിക്കുന്നതിൻ്റെ 1/4 സമയം കൊണ്ട് നമുക്ക് ബാക്കിലെ വീല് സെറ്റ് ചെയ്ത് തീരും. ഓക്കെ, നാളെ നമുക്ക് ചെയ്യേണ്ടത് ബാറ്ററിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണം. ഓക്കെ, എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. സൗണ്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വീല് ടൈറ്റോ ഒന്നും തന്നെ ഇല്ല. ഓക്കെയാണ്, ഫ്രീ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നാളെ ബാറ്ററിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.